നല്ലൊരു സ്നേഹിതനെ എല്ലാവരും ആഗ്രഹിക്കുന്നു. ആ സ്നേഹിതൻ വിശ്വസ്തനായിരിക്കണം എന്നും എല്ലാവരും ആഗ്രഹിക്കുന്നു. നല്ലവനും നമുക്ക് വിശ്വസിക്കുവാൻ കൊള്ളാകുന്നവനുമായി ഒരു സ്നേഹിതനേ ഉള്ളൂ. അവനാണ് കർത്താവായ യേശു ക്രിസ്തു. നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശു. നാം യേശുവിൻ്റെ സ്നേഹിതന്മാർ ആകുന്നത് എങ്ങനെ? ദൈവകൽപ്പന അനുസരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ എന്ന് യോഹന്നാന്റെ സുവിശേഷം 15:14 നാം വായിക്കുന്നു. ചോദ്യം ചെയ്യാതെ നിരുപാധികം അനുസരിക്കുന്നവരെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. അബ്രഹാം ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുവാൻ കൽപ്പിച്ചപ്പോൾ ആ കൽപ്പനയെ അനുസരിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹിതനായി. സ്നേഹിതന്റെ മറ്റൊരു സ്വഭാവമാണ് പങ്കുവെക്കുക എന്നുള്ളത്. ദാസന്മാരെ ആരും രഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്ന സ്ഥാനത്തേക്ക് ഉയർത്തില്ല. വിശ്വസ്തന്മാരായ സ്നേഹിതന്മാരോടാണ് എല്ലാം പങ്കുവെക്കുക. യേശു പിതാവിൽ നിന്ന് പ്രാപിച്ചതെല്ലാം ശിഷ്യന്മാരെ അറിയിച്ച് അവരെ സ്നേഹിതന്മാർ എന്ന സ്ഥാനത്തേക്ക് ഉയർത്തി. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായ്ക കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടത് എല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 15:15 നാം വായിക്കുന്നു. സ്നേഹിതന്റെ മറ്റൊരു വിശേഷതയാണ് ജീവനെ കൊടുക്കുന്ന സ്നേഹം പ്രദർശിപ്പിക്കുന്നവൻ സ്നേഹിതനാണ്. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. യോഹന്നാൻ 15:13 നാം വായിക്കുന്നു. യേശു നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ് നമ്മെ അവന്റെ സ്നേഹിതന്മാരാക്കി. കർത്താവിൻ്റെ ക്രൂശിൽ നാം പങ്കാളികളാകുമ്പോൾ നാം അവന്റെ സ്നേഹിതന്മാരാകുന്നു. തൻ്റെ ഓമനപുത്രനെ നമുക്കെല്ലാവർക്കും വേണ്ടി യാഗമാക്കുവാൻ തീരുമാനിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയവേദന എന്താകുമെന്ന് അനുഭവിച്ചറിയുവാൻ ദൈവം അബ്രഹാമിന് ഒരു അവസരം കൊടുത്തു. യാഗം കഴിക്കാൻ ദൈവം കൽപ്പിച്ചപ്പോൾ അബ്രഹാം അനുഭവിച്ച സംഘർഷവും വേദനയും വർണ്ണിക്കാൻ വാക്കുകളില്ല. ആ കഠിന വേദനയിൽ കൂടി അബ്രഹാം ദൈവത്തിൻ്റെ മനോവേദനയുമായി താദാത്മ്യം പ്രാപിക്കുകയായിരുന്നു. തൻ്റെ ഏകജാതനായ പുത്രനെ വിട്ടുകൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ വേദന എന്താകുമെന്ന് അബ്രഹാം അനുഭവിച്ചറിഞ്ഞു. ദൈവത്തിൻ്റെ ആത്മാർത്ഥ സ്നേഹിതന്മാർ എന്നും ദുഃഖവും വേദനയും ഏറ്റെടുക്കുന്നവരും ക്രൂശിന്റെ പങ്കാളികളും ദൈവത്തിൻ്റെ സ്നേഹിതന്മാരും ആണ്. ദൈവത്തെ പരിപൂർണമായി വിശ്വസിക്കുന്നവനാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ സ്നേഹിതൻ. അബ്രഹാം വിശ്വസിച്ചു, അതവനെ നീതിക്കായി കണക്കിട്ടു. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവനെ നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി. അവൻ ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് പേർ പ്രാപിച്ചു എന്ന് യാക്കോബിന്റെ ലേഖനം 2:23 നാം വായിക്കുന്നു. ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളിലും നമ്മുടെ കൂടെ നടക്കുന്നവനാണ് നമ്മുടെ സ്നേഹിതനായ യേശു. കഷ്ടങ്ങളിലും വേദനകളിലും നമ്മെ തോളിൽ ചുമന്ന് നടക്കുന്നവൻ, നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞവൻ, വിശ്വസ്തൻ, വാക്ക് പാലിക്കുന്നവൻ, നമ്മെ കരുതുകയും കാക്കുകയും ചെയ്യുന്നവൻ, നാം പങ്കുവച്ച രഹസ്യങ്ങൾ ആരോടും പറയാത്തവൻ, നമ്മുടെ ജീവിതം, കുടുംബം, ആരോഗ്യം, ഭാവി ഇവയെല്ലാം ഈ ഉത്തമ സ്നേഹിതനെ ഭരമേൽപ്പിക്കാം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ നമുക്ക് പറയാം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു എന്ന് 2 തീമോഥെയോസ് 1:12 നാം വായിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ
അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.